മക്കളോടാണ്. നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും അവസാന വർഷമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാവണമെന്ന് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കൂടിയാണിത്. അവസാന വർഷം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം വളരെ അടിപൊളിയായി ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അവസാനിപ്പിക്കണമെന്നാണ് നിങ്ങൾ പലരും വിചാരിച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ടൈം മാനേജ്മെന്റ്. കൃത്യമായ രീതിയിൽ ടൈം വിനിയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിച്ചേക്കാം. നമ്മുടെ എല്ലാവരുടെയും തെറ്റായ ധാരണയാണ് ഒരുപാട് സമയം ഉണ്ട് എന്നത്. പക്ഷേ ടൈം ലിമിറ്റഡ് ആണ്. നമുക്ക് പഠിക്കാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നത് നിങ്ങളിൽ പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്. ഒരു ദിവസം ഒരുപാട് നേരം സ്റ്റഡി ടേബിളിൽ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. ഇരിക്കുന്ന സമയം വളരെ ഇഫക്റ്റീവായി ഫോക്കസ്ഡ് ആയി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. നമ്മുടെ പഠനത്തെ വളരെ മോശകരമായി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് മൊബൈൽ ഫോൺ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയം പലപ്പോഴും എത്രയാണെന്ന് നമ്മൾ തന്നെ അറിയുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഉണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണാറുണ്ട്. അരമണിക്കൂർ റീൽസ് കാണാനായി നമ്മൾ ഫോൺ എടുക്കുന്നു. ആ അരമണിക്കൂർ 1 മണിക്കൂർ ആവുന്നു, 2 മണിക്കൂർ ആവുന്നു, 3 മണിക്കൂർ ആവുന്നു. ഈ കടന്നു പോകുന്ന സമയങ്ങൾ നമ്മൾ തന്നെ അറിയുന്നില്ല. നമുക്ക് പഠിക്കാനായി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടൈമാണ് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പഠനത്തിൽ വരുത്തുന്ന മേജർ ആയിട്ടുള്ള മിസ്റ്റേക്സ്. അപ്പോൾ ഈ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി സോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനായി നന്നായി പഠിക്കുക. എപ്പോഴും റേസ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.